നിന്റെ അഭിപ്രായത്തിൽ പായസത്തെ പറ്റി നിനക്ക് എന്താ പറയാനുള്ള? പായസം ഇല്ലാതെ സദ്യ ഉണ്ടാ? മെയിനായിട്ട് നമുക്ക് സദ്യക്ക് എൻ്റെ അവിടെയൊക്കെ 2-3 പായസം കിട്ടും. ഒന്ന് അടപ്രഥമനും പിന്നെ പയറ് മറ്റേ സാധനങ്ങൾ കിട്ടും. പയറ് പിന്നെ ഈ ചോറിലെ കടുക് മാതിരിയാണ്, ആർക്കും വേണ്ട, എടുത്ത് കളയും. ഗോതമ്പ് പായസം ഇല്ലേ? ഗോതമ്പ് പയറ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പായസം കിട്ടും. പക്ഷെ അടപ്രഥമനാണല്ലോ മെയിൻ. നമ്മൾ ഈ ഗോതമ്പ് പായസം ഞാൻ കുടിക്കും 1 ഗ്ലാസ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അടപ്രഥമൻ കിട്ടൂലേ, അതൊരു 2-3 ഗ്ലാസ് മസ്റ്റാണ്. നമുക്ക് എന്തുണ്ടോ ചോറ് എത്ര കഴിച്ചില്ലയോ, അടപ്രഥമൻ പായസം 3 എണ്ണം. അത് ഇൻസ്റ്റന്റ് ഒന്നും പറ്റൂല. ഇൻസ്റ്റന്റ് ഒക്കെ ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നീ 1 ഗ്ലാസ് പാൽ ഒഴിക്കുക, അതിൽ സാധനം ഇട്ട് കഴിഞ്ഞാൽ സാധനം കിട്ടും. പക്ഷെ അത് വലിയ കുഴപ്പമില്ല. പക്ഷെ ആ പാലൊഴിച്ച് അതിൽ അടപ്രഥമനിട്ട് ഇളക്കി 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 ആ കുറുക്കി എടുത്തിട്ട് കഴിക്കുന്ന പായസം, അത് അതിന്റെ അടുത്ത ദിവസം ഒന്നും കൂടി ചൂടാക്കി കയ്യിൽ കഴിച്ചാൽ പയറ് പായസം ഒക്കെ ഗോതമ്പ് പയർ അതെങ്ങനെ കഴിക്കണ്ട വെച്ചാ അതില് പഴം പപ്പടം അതിട്ടിട്ടൊന്ന് കുഴച്ചിന പപ്പടമാണ് മെയിൻ. നമ്മുടെ നാട്ടില് ട്രിവാൻഡ്രം സൈഡിലൊക്കെ ബോളി എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. നിങ്ങളുടെ നമ്മളുടെ അവിടെ കിട്ടൂല. പക്ഷെ തിരുവനന്തപുരത്ത് മെയിൻ ആണ് ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷെ അത് അടിപൊളിയാണെന്ന് പറയും. പാൽപ്പായസവും ബോളിയും കഴിക്കുന്നവരുള്ളൂ. പായസം ബോളി അതാണ് കോംബോ വരുന്നത്. ഒരുവിധം എല്ലാ കല്യാണത്തിനും സദ്യക്ക് എല്ലാത്തിനും നമുക്ക് അവിടെ ഇത് കിട്ടും. പാലടിയും സേമിയ പായസം, അതാണ് നമുക്ക് പ്രാവശ്യം സേമിയ പായസം ഉണ്ടാക്കാം. സേമിയ മിക്സ് ഉണ്ട്. ഈ കർണാടക സൈഡിൽ കൂടുതലും മറ്റേ ഹോളിഗ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. ഹോളിഗ കഴിച്ചിട്ടുണ്ട്. മറ്റേ ഗോതമ്പില് ഉണ്ടാകുന്ന ശർക്കരയും ഗോതമ്പും ബോളിവുഡ് തന്നെ ഇരിക്കും. കഴിക്കുമ്പോൾ ബോളിവുഡ് തന്നെ ഇരിക്കും. ഹോളിഗ എന്ന് പറയും. നമ്മളന്ന് കഴിച്ചത് മറ്റേ ഒരു പരിപാടിക്ക് പോയപ്പോ എന്റെ നല്ല അടിപൊളി അത് പല സാധനങ്ങളുണ്ടായില്, പല ഫ്ലേവർ. തേങ്ങ ഉണ്ടാക്കും, ചിലവര് വീട്ടിലുണ്ടാക്കും, അങ്ങനെ പലതുണ്ട്. തേങ്ങയിൽ ഉണ്ടാക്കിയത് എന്റെ പൊന്നും അടിപൊളി സാധനം. അത് കഴിക്കേണ്ടതാണ് ഇവിടെ എല്ലാരും. ബോളിക്കയോ ഹോളിഗ എല്ലാരും ട്രൈ ചെയ്യേണ്ടത്. പക്ഷെ പൊതുവെ കർണാടക സൈഡിലേ ഉള്ളൂ ഞാൻ കണ്ടിട്ടുള്ളത്. മംഗലാപുരത്ത് അവിടെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. പിന്നെ നമുക്ക് ഇവിടെ കർണാടകയിൽ മെയിൻ ആയിട്ട് ട്രൈ ചെയ്തതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടതായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് സാധനമൊന്നുമില്ല. കുശിക്ക് പായസം ഒന്നും ഇവരെങ്ങനെ കഴിക്കുന്ന പായസം ഒന്നും അങ്ങനെ കിട്ടൂല ഇവിടെ. പിന്നെ മെയിൻ ആയി കിട്ടണ എന്താണ്, എല്ലാവരും ഇവിടുത്തെ പച്ചക്കറി ഒരുമാതിരി പച്ചക്ക് പച്ചക്കറി കഴിക്കലാണ്. സദ്യയാണെങ്കിൽ സദ്യയുടെ കൂടെ കിട്ടുന്ന മറ്റേ സ്വീറ്റ് എന്ന് പറയാൻ വേണ്ടി മറ്റേ മറ്റേ അല്ല യെല്ലോ കളറിലൊരെണ്ണുണ്ടല്ലോ, മറ്റേ എന്താ പറയാ ഈ റവ കൂട്ടിരിക്കുന്നത് റവ. ഇവിടത്തെ മെയിൻ എന്താ വെച്ചാൽ ഈ നമ്മുടെ ഈ പയർ ഈ പച്ചക്ക് ഒരു പയർ തിന്നും. നമ്മുടെ ഈ പച്ച നിങ്ങളുടെ അവിടെ ഈ ഗ്രീൻ ഗ്രാംസ് ഇല്ലേ നമ്മുടെ, അതൊക്കെ ഇവിടെ പച്ചക്ക് തിന്നലാണ് ഇവിടുത്തെ. മധുഗിരി പോയപ്പോഴത്തേക്ക് ഇവിടെയും തന്നെ നമ്മൾ ആ സന്തോഷിന്റെ ഒക്കെ പരിപാടിക്ക് പോയ സമയത്ത് ഒരുവിധം ഗ്രീൻ ഗ്രാംസ് ക്യാരറ്റ് ഇതൊക്കെയാണ് ഇവിടെ പച്ചക്ക് കൊടുക്കുക സദ്യ. ഇവിടുത്തെ സദ്യ പറഞ്ഞാൽ നമുക്ക് ആദ്യം ഇവര് വല്ല സ്വീറ്റ് തരും. മറ്റേ ഈ ഹോളിക്ക് ഒരു ചപ്പാത്തി വരെ സംഭവമാണ് സ്വീറ്റ് ചപ്പാത്തി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒപ്പം നമുക്ക് ചോറ് തരും. ചോറിൻ്റെ ഒപ്പം കുറച്ച് രസം. പക്ഷെ ആ രസത്തിന് ഇവർക്ക് നമ്മളുടെ അവിടെ ഉപ്പേരിയാണ് നമ്മൾ കേരളത്തിൽ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെയൊക്കെ പച്ചക്കുള്ള സാധനം ഈ ഗ്രീൻ ഗ്രാംസ്, നമ്മുടെ ചെറുപയറിൻ്റെ ഒക്കെ പച്ചക്ക് ചെറുപയർ വെള്ളത്തിലിട്ടത്, ക്യാരറ്റ് പച്ചക്ക്, പ്ലസ് പിന്നെ നമ്മുടെ ഈ ഉഴുന്ന് മരുത്ത് സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഒരുമാതിരി കിട്ടുക. അന്ന് മറ്റേ ഒരു പരിപാടിക്ക് ശിവരാത്രിയുടെ പരിപാടിക്ക് പോയിട്ട് നമ്മളെ കൊണ്ടൊന്നും പറ്റൂല. അത് പച്ചക്ക് നമ്മൾ ഒരുമാതിരി ഈ കൂട്ടാൻ വെക്കാത്ത പച്ചക്ക് സാധനം തന്നെ. അതിന്റെ ഒപ്പം ചോറിന്റെ ഒപ്പം ഉപ്പേരിയില്ല. ഇവിടെ ചന്ന സാമ്പാറാണ് ഇവിടെ എല്ലാവരും. അവർക്ക് അത് മതി. ചോറ് സാമ്പാർ പപ്പടം ഇതിന്റെ സന്തോഷേ. നമുക്ക് അവിടെ സാമ്പാർ മാത്രമേ ഉള്ളൂ. മധുരം വെള്ളത്തിൽ കുറച്ച് മധുരം കലക്കിയ ഒരു വെള്ളം. കഷ്ണവും ഇല്ല. എന്താ പറയാ ഒരുമാതിരി രസം കൂട്ടാണ്. ചില സമയം രസമാണോ സാമ്പാറാണെന്നുള്ളത്. രസവും വലിയ ഗുണമൊന്നുമില്ല ഇവിടുത്തെ. രസം വെള്ളമാണ്. നമ്മുടെ നാട്ടിലെ രസമാണ് ഇവിടുത്തെ സാമ്പാർ. ഭയങ്കര കഷ്ടപ്പാടാണ് മക്കളെ ഇവിടെയൊക്കെ. നമ്മുടെ നാട്ടിലത്തെ എന്താണ് കൂട്ടുകറിയാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ രസം കഴിക്കുക. അങ്ങനെയൊക്കെയാണ്. എല്ലാവരും ഓണം അടിപൊളിയാക്കുക പ്രാവശ്യത്തെ. ഞങ്ങളും ഉണ്ടാവും ഓണത്തിലെ നാട്ടിൽ. നമ്മളും തകർക്കും പ്രാവശ്യം. അപ്പോൾ ഹാപ്പി ഓണം.